ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 10ന്റെ ട്രയാങ്കിൾസിലെ എക്സസൈസ് 6.3യുടെ 15th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. A vertical pole of length 6 meter casts a shadow 4 meter long on the ground and at the same time a tower casts a shadow 28 meter long. Find the height of the tower. അതായത് ഒരു വെർട്ടിക്കൽ പോളിന്റെയും ഒരു ടവറിന്റെയും കാര്യമാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഒരു വെർട്ടിക്കൽ ടവർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു വെർട്ടിക്കൽ ടവർ, vertical pole. A vertical pole of length 6 meter casts a shadow 4 meter long on the ground and at the same time a tower casts a shadow 28 meter long എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വെർട്ടിക്കൽ പോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സണ്ണിന്റെ പൊസിഷൻ ഉണ്ടായെങ്കിൽ ഈ പോളിന്റെ ഷാഡോ എന്ന് പറയുന്നത് എത്ര ഗ്രൗണ്ട് ലെവലിൽ എത്ര മീറ്റർ അകലത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സണ്ണിന്റെ ലൈറ്റ് കൊണ്ട് ഈ പോളിന്റെ ഷാഡോ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ പോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്ററിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിന് പേര് കൊടുക്കാം. ABCD എന്ന പേര് കൊടുക്കാം. ABC. നമുക്കറിയാം പോൾ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതേപോലെയാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടവറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു ടവർ, അതിന് ടവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരേ സമയത്താണ് ഇവിടെ എന്തുണ്ടാകുന്നത്? രണ്ട് ഷാഡോയും ഒരേ ടൈമാണ് ഇവിടെ ഉണ്ടാകുന്നത്. 28 മീറ്റർ ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഡോയുടെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 28 മീറ്റർ എന്ന്. മനസ്സിലായല്ലോ? ഷാഡോയുടെ ലെങ്ത്, ഈ ടവറിന്റെ ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 28 മീറ്റർ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ നമുക്ക് അതിന് പേര് കൊടുക്കാം PQR. ഷാഡോയെ നമുക്ക് കാണിച്ചേക്കാം. PQR. നമ്മളോട് ചോദിച്ചേക്കുന്നത് ടവറിന്റെ ഹൈറ്റ് എന്നാണ്. ടവറിന്റെ ഹൈറ്റ് PR ആണ് ഇവിടുത്തെ ടവർ. PR-ന്റെ ഹൈറ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ആംഗിളെയും ആംഗിൾ Pയും 90 ഡിഗ്രിയാണ്, പെർപെൻഡിക്കുലേഴ്സ് ആണ്. കാരണം പോളും ടവറും പെർപെൻഡിക്കുലർ ആണ്, ഗ്രൗണ്ട് ലെവലിൽ നിന്നും പെർപെൻഡിക്കുലർ ആണ്. ആദ്യത്തെ പോളിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഷാഡോയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. രണ്ടാമത്തേതിനകത്ത് ടവറിന്റെ ഹൈറ്റ് തന്നിട്ടില്ല, ഷാഡോ ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടവറിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഒരേ സമയമാണ് ഷാഡോ, ഒരേ സമയമാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഒരേ സമയമായതുകൊണ്ട് ഈ ആംഗിൾ എന്ന് പറഞ്ഞത് ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ഇല്ലേ, ഇവിടെ നിന്നുണ്ടാകുന്ന ആംഗിൾ ഒരേ സമയമാണ് ഫോം ചെയ്യുന്നത്. ഒരേ സമയത്തായതുകൊണ്ട് ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. ആംഗുലാർ എലിവേഷൻ ഓഫ് ദി സൺ ഇല്ലേ, സണ്ണിൽ നിന്നുണ്ടാകുന്ന ആംഗുലാർ എലിവേഷൻ എന്ന് പറയുന്നത് ഒരേ സമയമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. AB = 4 മീറ്റർ, AC = 6 മീറ്റർ. അടുത്ത ട്രയാങ്കിൾ PQ = 28 മീറ്റർ. PR ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PR എന്ന് പറഞ്ഞ ഹൈറ്റ് ഓഫ് ദി ടവർ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ Aയും ആംഗിൾ Pയും 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആണെന്ന് നമ്മൾ ഇപ്പോൾ എഴുതി. എന്താണ് റീസൺ? എന്താണ്? ആംഗുലാർ എലിവേഷൻ ഓഫ് ദി സൺ ഓഫ്, എഴുതാം നമുക്ക് റീസൺ എഴുതാം. ആംഗുലാർ എലിവേഷൻ ഓഫ് സൺ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്തുണ്ടാവുന്ന ആംഗുലാർ എലിവേഷൻ ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? സോ ആംഗിൾ C = ആംഗിൾ R. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം
ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ട് കിട്ടിയത് അല്ലേ. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ എയും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾ പിയും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ആംഗിൾ സിയും ആംഗിൾ ആറും ഇവിടെ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ സിമിലാരിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് എഴുതാം. therefore എന്തെഴുതാം, ട്രയാങ്കിൾ ABC is similar to triangle PQR. റീസൺ എന്തെഴുതാം, AA സിമിലാരിറ്റി ക്രൈറ്റീരിയ. രണ്ട് ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, AA സിമിലാരിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസും കറസ്പോണ്ടിങ് ആംഗിൾസും നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് സൈഡിന്റെ ലെങ്ത് ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസിന് ഈക്വൽ ആണെന്ന് എഴുതാം. AB divided by PQ is equal to BC divided by QR is equal to AC by PR എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എന്താണ്, കറസ്പോണ്ടിങ് ട്രയാങ്കിൾസിന്റെ സിമിലർ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്താണെന്ന് നമുക്ക് എഴുതാം, ഈക്വൽ ആണെന്ന് എഴുതാം. മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് ആ സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം. ഇവിടെ നമുക്ക് ബി സി എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല അല്ലേ. ബി സി എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡിന്റെയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ റേഷ്യോയെ അങ്ങ് കളയുകയാണ്. ബാക്കി നമുക്ക് എന്ത് എഴുതാം, എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇവിടെ എ ബി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്താം 4 മീറ്റർ, പി ക്യു തന്നിട്ടുണ്ട് 28 മീറ്റർ, എ സി നമുക്ക് തന്നിട്ടുണ്ട് 6 മീറ്റർ, പി ആർ നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. 4 into PR is equal to 28 into 6 എന്ന് എഴുതാം. PR is equal to 28 into 6 divided by 4 എന്ന് എഴുതാം. 4 ഉം 28 ഉം കൂടെ ക്യാൻസൽ ആക്കിയാൽ 7 7 4 6 are 42 മീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഹൈറ്റ് ഓഫ് ദി ടവർ PR is equal to എന്തെന്ന് നമുക്ക് എഴുതാം, 42 മീറ്റർ. PR എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ദി ടവർ. സോ ഹൈറ്റ് ഓഫ് ദി ടവർ PR is equal to 42 meter എന്ന് എഴുതാം. 16th question, if AD and PM are medians of triangles ABC and PQR respectively, where triangle ABC is similar to triangle PQR, prove that AB by PQ is equal to AD by PM. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് AD and PM are the medians of two triangles അല്ലേ. AD എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ മീഡിയൻ ആണ്, PM എന്ന് പറയുന്നത് PQRന്റെ മീഡിയൻ ആണ്. നമുക്കറിയാം വാട്ട് ഇസ് ദ മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്. സോ AD എന്ന് പറയുന്നത് BC യിലേക്ക് വരച്ചേക്കുന്ന മീഡിയൻ ആണെങ്കിൽ നമുക്കറിയാം B മുതൽ D വരെയുള്ള ലെങ്തും D മുതൽ C വരെയുള്ള ലെങ്തും ഈക്വൽ ആയിരിക്കും. D is the midpoint of side BC ആയിരിക്കും. അതേപോലെ M is the midpoint of side QR ആണ്. QM എന്ന് പറയുന്ന ഡിസ്റ്റൻസും MR എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ABC എന്ന് പറയുന്ന ട്രയാങ്കിളും PQR എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണെന്ന് അല്ലേ. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത, രണ്ട് സിമിലർ ട്രയാങ്കിൾസ് തന്നിരുന്ന അതിന്റെ പ്രത്യേകത അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം AB ഡിവൈഡഡ് ബൈ PQ. AB യുടെ കറസ്പോണ്ടിങ് സൈഡ് ആണ് PQ. AB by PQ is equal to BC യുടെ കറസ്പോണ്ടിങ് സൈഡ് ആണ് QR. BC by QR is equal to AC യുടെ കറസ്പോണ്ടിങ് സൈഡ് ആണ് PR. AC by PR എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അതുപോലെ ആംഗിൾ A is equal to ആംഗിൾ P എന്ന് എഴുതാം. ആംഗിൾ B is equal to ആംഗിൾ Q എന്ന് എഴുതാം. ആംഗിൾ C is equal to ആംഗിൾ R എന്ന് എഴുതാം. എന്താണ് റീസൺ? കറസ്പോണ്ടിങ് സൈഡ്സ് ആൻഡ് എന്താണ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽസ് ആയിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസും ആംഗിൾസും ഈക്വൽ ആയിരിക്കും രണ്ട് സിമിലർ ട്രയാങ്കിളിന്റെ. മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ABCയും PQR സിമിലർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റിയത്. സോ ഇവിടെ നോക്കുക,
എ ബി എന്ന് പറയുന്ന സൈഡും പി ക്യു എന്ന് പറയുന്ന സൈഡും നോക്കിക്കേ, അവ തമ്മിലുള്ള റേഷ്യോയും ബി സി എന്ന് പറയുന്ന സൈഡും ക്യു ആറും തമ്മിലുള്ള റേഷ്യോയും എ സി എന്ന് പറയുന്ന സൈഡും ബി ആറും തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ബൈ പി ക്യു ഈസിക്കൽ ടു എ ഡി ബൈ പി എം എന്നാണ്. എ ഡി ബൈ പി എം ഇതാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നോക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഈ ഫ്രം 1 ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതുകയാണ്. എ ബി ഡിവൈഡഡ് ബൈ പി ക്യു ഈസിക്കൽ ടു ബി സി യെ ഞാൻ ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹാഫ് ബി സി ബൈ ഹാഫ് ക്യു ആർ എന്ന് എഴുതുന്നു. കാരണം രണ്ടിടത്തും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരു ചേഞ്ചസും വരുന്നില്ല. സോ ഹാഫ് ബി സി ബൈ ഹാഫ് ക്യു ആർ എന്നു. എ സി ബൈ പി ആർ ഞാൻ ഇവിടെ എടുക്കുന്നില്ല, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിനകത്ത് എ സിയും പി ആറും ഇല്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. So AB by PQ is equal to half BC by half PQR. So AB by PQ അതുപോലെ എഴുതി. half BC, BC യുടെ പകുതിയെ നമുക്ക് എന്ത് വിളിക്കാം? BD എന്ന് വിളിക്കാം. So half BC ക്ക് പകരം ഞാൻ എന്ത് എഴുതി? BD എന്ന് എഴുതി. QR ന്റെ ഹാഫിനെ ഞാൻ എന്തെന്ന് എഴുതി? QM. നമ്മൾ ആദ്യം എല്ലാം പറഞ്ഞില്ലേ, M is the midpoint of QR, D is the midpoint of BC. So half QR നെ ഞാൻ എന്ത് എഴുതുന്നു? QM എന്ന് എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോയും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോയും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഫ്രം ഇക്വേഷൻ നമ്പർ 2 ഒന്ന് നോക്കിക്കേ. ആംഗിൾ A is equal to ആംഗിൾ P, ആംഗിൾ B is equal to ആംഗിൾ Q, ആംഗിൾ C is equal to ആംഗിൾ R എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്തെഴുതാം ആംഗിൾ B യും ആംഗിൾ Q യും ഈക്വൽ ആണെന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിടപ്പുണ്ടല്ലേ. സോ ആംഗിൾ B is equal to ആംഗിൾ Q. ഈ രണ്ട് കണ്ടീഷൻ വെച്ച് ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. 3 ഉം 4 ഉം കൂടെ ഒന്ന് നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്നാണ്. ഇക്വേഷൻ നമ്പർ 4 പറയുന്നത് ആംഗിൾ ബി യും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്ന്, അല്ലേ? അതായത് രണ്ട് സൈഡും അവയുടെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, ദേ ഈ രണ്ട് ചെറിയ ട്രയാംഗിൾ കണ്ടല്ലോ, ട്രയാംഗിൾ ABD is similar to triangle PQM എന്ന് എഴുതാം. ഏത് റൂളാണ്? SAS റൂൾ അനുസരിച്ച്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് എഴുതാം? രണ്ട് ട്രയാംഗിൾസ്, ഈ ചെറിയ രണ്ട് ട്രയാംഗിളും സിമിലർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ആ സിമിലർ ട്രയാംഗിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എഴുതാം. എങ്ങനെ എഴുതാം? AB divided by PQ is equal to BD divided by QM is equal to AD divided by PM എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് AB by PQ ആണ്, is equal to AD by PM മതി. നമുക്ക് ഈ നടുക്കത്തെ കണ്ടീഷൻ വേണ്ട, അതുകൊണ്ട് ഞാൻ ഈ രണ്ട് കണ്ടീഷൻ മാത്രം എടുത്തെഴുതുന്നു. നമുക്ക് വേണ്ടത് AB by PQ is equal to AD by PM എന്ന് എഴുതാം. കാരണം സിമിലർ ട്രയാംഗിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോസ് എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും, ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ?